ജെഡി ടോക്കിംഗ് കാഴ്സ് ട്രോൾ എന്ന് പറഞ്ഞിട്ടൊരു പേജില്ലേ? കാണാനില്ല. കാണാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ, ആളൊഴിഞ്ഞ ഷോറൂമുകൾ, അതിവൻ സ്ക്രാപ്പ് യാർഡുകൾ, അത് ഞാൻ ടേക്കിംഗ് ലെക്ചർ അറ്റ് പ്ലേ സ്കൂൾ, രണ്ടുപേരും പഴയ എണ്ണ കൊടുക്കുന്ന കടകൾ, അതൊക്കെ നമ്മൾ വിട്ടില്ലേ? തെങ്ങിൻ തോപ്പുകൾ, നമ്മുടെ ഫാക്ടറിയുടെ പ്ലാന്റാണ് ഉദ്ദേശിച്ചത്. ടോൾ പ്ലാസയുടെ അടുത്ത് നമ്മൾ തിരിഞ്ഞു വരും. അതെ, നമ്മളെ കാണാനില്ല എന്നാണ് പറയുന്നത്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച വീഡിയോ കണ്ടവർക്ക് കുഴപ്പമുണ്ടാവില്ല. ഇത് പെടുന്നത് നമ്മൾ ഇപ്പോഴായിരിക്കും, ഇപ്പൊ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും. ശരിയായിട്ടുണ്ടാവും എന്ന് വിചാരിക്കാം. ഞങ്ങൾ കണ്ടിട്ടുണ്ടാവും കഴിഞ്ഞ വീഡിയോയില്. അതെ. അപ്പൊ എന്തായാലും ഹേ എവരിബഡി, വെൽക്കം ടു ടോക്കിംഗ് കാഴ്സ്. അതെ. സോ സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊരു സൺഡേ വേറൊരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോഴാണ് ഇപ്പൊ ഈ ട്രോള് കണ്ടത്. ഇതിനൊരു മറുപടി കൊടുക്കണം എന്നുള്ളത്. കഴിഞ്ഞ ആഴ്ചകളൊക്കെ നമ്മൾ കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് വീക്കെൻഡ്സ് ബിസി ആയിരുന്നു. ഇല്ല. സോ കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ ഇത് ഷൂട്ട് ചെയ്തു. അതായത് ഇന്ന് നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ പക്ഷേ 2 പരിപാടിക്ക് 2 വഴിക്ക് പോയ സമയമാണ്. അതെ. സോ ജെഡി ബോംബെയിലായിരുന്നു, ഞാൻ ഡൽഹിയിലായിരുന്നു. പിന്നെ ആ വഴിക്ക് രണ്ടുപേരും വേറെ ഫുൾ വേറെ പിന്നെ പല കാര്യങ്ങളായിട്ട് പോയി. അതിനിടയ്ക്ക് പിന്നെ ഒന്നിച്ച് പോകാന്ന് വിചാരിച്ചിരുന്ന മെർസിഡീസിന്റെ ഡ്രൈവ് പറ്റിയില്ല, പനി പിടിച്ചു. അപ്പോൾ അതുകൊണ്ട് അത് പറ്റിയില്ല. ബട്ട് എനിവേസ്, അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ കഴിഞ്ഞ സൺഡേനെ പറ്റി പറയാം. ഓക്കെ. ഇൻട്രസ്റ്റിംഗ്ലി നമുക്ക് രണ്ടുപേർക്കും താല്പര്യമുള്ള 2 സ്ഥലങ്ങളിലാണ് പോയത്. അതെ. സോ ജെഡി ക്ലാസിക് കാറിന്റെ ഡ്രൈവിന് പോയി, നീ ട്രാക്കിൽ പോയി. അപ്പോൾ എല്ലാം കൊണ്ടും കറക്റ്റായി. നമ്മൾ ആക്ച്വലി ആലോചിച്ചു രണ്ടുപേരും കൂടെ പോയി കവർ ചെയ്ത് ഇതൊക്കെ ചെയ്തപ്പോൾ രണ്ടാഴ്ച നമ്മൾ രണ്ടിനും പോയേനെ. യെസ്, ഡെഫിനറ്റ്ലി. ഇത് പക്ഷേ ലൈവ് എപ്പിസോഡ് കിട്ടിയേനെ. ഇതിപ്പോ അതില്ല. അഗൈൻ ദിസ് ഇസ് ദ നെക്സ്റ്റ് ബെസ്റ്റ് തിങ് ദാറ്റ് വി ക്യാൻ ഡു. നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ കഥകളെ പറ്റി പറയാം. സോ MBCCR. അതെ. സോ ഞാൻ പോയത് ബോംബെയിലോട്ടാണ്. മെർസിഡീസ് ബെൻസ് ക്ലാസിക് കാർ റാലി. നമ്മൾ അത് കഴിഞ്ഞ് പിന്നെ കണ്ടിട്ടില്ല, നമ്മൾ ഇന്നാണ് കാണുന്നത്. അപ്പോൾ MBCCR എന്ന് പറഞ്ഞ മെർസിഡീസ് ബെൻസ് ക്ലാസിക് കാർ റാലി ഉണ്ട്. അപ്പോൾ അതിനാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ഇന്ത്യയിലത്തെ ഏറ്റവും പ്രസ്റ്റീജിയസ് മെർസിഡീസ് ഇവന്റ് ആണ്. ആൻഡ് ക്ലാസിക് മാത്രമല്ല, അത് ക്ലാസിക്, യങ് ടൈമേഴ്സ്, മോഡേൺ ക്ലാസിക്സ്, ഫ്യൂച്ചർ ക്ലാസിക്സ് എല്ലാം കവർ ചെയ്യുന്ന എക്സിസ്റ്റിംഗ് റേഞ്ചും ഉണ്ട്. കാരണം അവരും ഇതിലൊരു പാർട്ണറാണ്. യെസ്. അപ്പോൾ ഓട്ടോക്കാറാണ് ഇത് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇൻ അസോസിയേഷൻ വിത്ത് മെർസിഡീസ്. അപ്പോൾ ഇതൊരു ഇൻവൈറ്റ് ഓൺലി ഇവന്റ് ആണ്. അപ്പോൾ ഇത് പലരും പറയും ഇതിനെ പറ്റി നമ്മൾ അധികം കേട്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞത്. ഇൻവൈറ്റ് ഓൺലി ആണ്, പുറത്തുനിന്ന് ആസിൻ കാണാൻ പോലും ഇല്ല. വേറെ ആൾക്കാർക്കും വിസിറ്റേഴ്സും അലൗഡ് അല്ല. അവര് ഓൺലൈൻ ഒരു സോഷ്യലൈസിംഗ്, ഒരു ഗാദറിംഗ്, അങ്ങനത്തെ മെർസിഡീസ് ഓണേഴ്സിന് വേണ്ടിയിട്ടുള്ള സംഭവം. അതാണ് സംഭവം. പിന്നെ സൺഡേ മാത്രം, അക്രോസ് 2 days ആണ് പരിപാടി. സൺഡേ മാത്രം കുറച്ച് ഇൻവൈറ്റ് ഓൺലി, പ്ലസ് നമുക്ക് ഡ്രൈവിന് പോകും. അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് പേർക്ക് റാൻഡം ലോട്ടിൽ 100 പേർക്ക് എങ്ങാണ്ട് കയറാൻ പറ്റും. ബട്ട് അതർവൈസ് ഇറ്റ്സ് എ ക്ലോസ്ഡ് ഇവന്റ്. ഓക്കെ. സോ ജെഡി മുന്നേ പോയതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത്തവണ പാർട്ടിസിപ്പന്റ് ആയിട്ടല്ലേ പോയത്? അതെ. ഇറ്റ്സ് എ ഹോൾ ഡിഫറെന്റ് എക്സ്പീരിയൻസ്. സോ എല്ലാ കൊല്ലം എന്തെങ്കിലും തീം ഉണ്ടാവും. ഇപ്രാവശ്യം ഇറ്റ് ഈസ് 50 years ഓഫ് ദി എസ് ക്ലാസ്. ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എസ് ക്ലാസ് ആയിട്ടാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോയത്. ടോക്കിംഗ് കാർസ് വാസ് ദേർ. നമ്മൾ 2-1 ആയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആക്ച്വലി ആ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് പേഴ്സിയസും മറ്റേ ശ്രദ്ധിച്ചത്, ഇത് ഈ വണ്ടിയാണല്ലോ കൊള്ളാലോ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ്. ട്വിൻ ടർബോ ആണ്. യൂഷ്വൽ S500 NA എഞ്ചിൻ ആയിരുന്നു. ട്വിൻ ടർബോ അധികം വണ്ടി ഇല്ല. ലാസ്റ്റ് ബാച്ച് 2012-13 കുറച്ച് കാലം മാത്രമേ ആ വണ്ടി വന്നിട്ടുള്ളൂ. സോ ദാറ്റ് മേഡ് ഇറ്റ് സ്പെഷ്യൽ. ദാറ്റ് ഈസ് വെരി ഡിഫറെന്റ് ഫ്രം ദ റെഗുലർ കാർ. സാധാരണ 5.5 NA ആണ്, ഇത് 4.6 ബൈ ടർബോ ആണ് വരുന്നത്. 400+ ഹോഴ്സ് പവർ. സോ ദാറ്റ്സ് എ വെരി നൈസ് കാർ. നമ്മുടെ റിവ്യൂ കണ്ടിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു ചെക്ക് ഇറ്റ് ഔട്ട്. അപ്പോൾ എന്തായാലും ആ വണ്ടി ഒരു ഇനിയിപ്പോൾ 2-1 മോഡേൺ ക്ലാസിക് ആയി അല്ലേ? നല്ല വണ്ടിയൊന്നും ഇറങ്ങി. അതെ. സോ ഇറ്റ് ഈസ് എ മോഡേൺ ക്ലാസിക് നൗ. ആൻഡ് അതുകൊണ്ട് തന്നെ ഇറ്റ് വാസ് ഇൻക്ലൂഡഡ് ഇൻ ദ ഷോ. അങ്ങനെ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസും കിട്ടി. സോ എൻ്റയർ എസ് ക്ലാസ് റേഞ്ച് അവിടെ ഉണ്ടായിരുന്നു. എൻ്റയർ ഉണ്ടായിരുന്നു. യെസ്. സോ ഫ്രം ദ പോൺടോൺ ഓൺവേർഡ്സ്, പോൺടോൺ ഉണ്ടായിരുന്നു, W111 ഉണ്ടായിരുന്നു, 108 ഉണ്ടായിരുന്നു, 116, 126, 140, 220, 221, 222, 223 and EQS. എസ് ക്ലാസ് ആയിട്ടാണ് അവർ കാണുന്നത്. ബട്ട് അത് മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു. But the entire range of the S-Class was there. And എല്ലാം ഒരുവിധം പറ്റാവുന്ന എല്ലാം നല്ല എക്സാമ്പിൾസ് ആയിരുന്നു അവർ വെച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ നല്ല കുറെ കാലം കഴിഞ്ഞിട്ട് ഒരു 116 ഒക്കെ കാണുന്നത്. നല്ലൊരു 116 വെരി റെയർ ഒക്കറൻസ് നൗ. പോണ്ടോൺ വാസ് വെരി നൈസ്. ഫിൻറ്റയിലും നല്ലൊരു വണ്ടിയായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. സോ ഇൻ ദാറ്റ് വേ അത് നന്നായിരുന്നു. നമുക്ക് എല്ലാവർക്കും എസ് ക്ലാസിൻ്റെ ഒരു ഹിസ്റ്ററിയും ആൻഡ് ഓരോ ഇതിലും അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഓരോ വണ്ടിയുടെ വാട്ട് മേഡ് ദാറ്റ് ജനറേഷൻ സ്പെഷ്യൽ എന്നുള്ളതും
അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോ ജനറേഷനിൽ ഇപ്പോൾ എയർമാറ്റിക് ആദ്യം വന്ന വണ്ടി, അല്ലെങ്കിൽ ഫുൾ ഇലക്ട്രോണിക്സ് ഇങ്ങനെ വന്ന വണ്ടി, നൈറ്റ് വിഷൻ കാര്യങ്ങളൊക്കെ വന്നു. സോ അപ്പോൾ അങ്ങനെ കുറെ സാധനങ്ങൾ ഓരോ വണ്ടിയുടെയും സ്പെസിഫിക് ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ദാറ്റ് വാസ് എ നൈസ് ഡിസ്പ്ലേ. സോ ഈ പരിപാടി നടന്നത് ടാജ് ലാൻഡ്സെന്റിലാണ്, നമ്മുടെ സീലിംഗിന്റെ അറ്റത്തുള്ളതാണ് വരുന്നത്. സോ അതാണ് അവരുടെ എല്ലാ കൊല്ലവും. അതെ, മൊത്തത്തിൽ ഇറ്റ് വാസ് എ വെരി നൈസ് ഇവന്റ്. ഞാൻ ആക്ച്വലി ഇതിന് എത്തൂല എന്ന് വിചാരിച്ചേ. മൈ ഫ്ലൈറ്റ് വാസ് ഓൺ സാറ്റർഡേ മോർണിംഗ്. അതെ, സാറ്റർഡേ ഏർലി മോർണിംഗ് ഫ്ലൈറ്റ് ആയിരുന്നു. ഗോ ഫസ്റ്റ് അല്ല, ഒരിക്കലും അല്ല, ഗോ ലാസ്റ്റ് ആണെന്ന് പിന്നെ എനിക്ക് മനസ്സിലായി. അങ്ങനെ അവർ പറഞ്ഞു ഈ രാവിലെ ഉള്ള ഫ്ലൈറ്റ് ആണ്, നമുക്കത് കുറച്ച് 2 മണിക്കൂർ പോസ്റ്റ്പോൺ ആയിട്ടുണ്ട്. 7 മണി എങ്ങാണ്ട് 11 മണി. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി എന്തായാലും പറക്കാൻ പോകുന്നില്ല. ഞാൻ തലേ ദിവസത്തേക്കാക്കി. അപ്പൊ അവർ പറഞ്ഞു ശരി 8 മണി പോയിട്ട് കാര്യമില്ല, നമുക്ക് നേരത്തെ. അതെ, എനിക്ക് വണ്ടി കൊണ്ട് ഇടാനുണ്ട്, വണ്ടി ഒന്ന് ക്ലീൻ അപ്പ് ചെയ്യാനുണ്ട്, അവിടെ എത്തിയിട്ട് അങ്ങനെ കുറെ പണി ഉണ്ടായിരുന്നു. അപ്പൊ ഐ തോട്ട് ഓക്കെ നേരത്തെ എത്തണം. ആൻഡ് വി ഹാഡ് 2 പാർട്ടിസിപ്പൻസിന് സാറ്റർഡേ ആഫ്റ്റർനൂൺ വണ്ടി അവിടെ ഡിസ്പ്ലേക്ക് അറേഞ്ച്മെന്റും ചെയ്യണം. അപ്പൊ ഇതെല്ലാം ഓർഗനൈസ് ചെയ്യണം, എല്ലാം ഓർഡേഴ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ അങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോ തലേ ദിവസം വൈകുന്നേരത്തെ ഫ്ലൈറ്റ്. ഓക്കെ കൊള്ളാം, എന്തായാലും ഇത് എത്തൂല്ലോ എന്ന് വെച്ച് അതും ഒരു 3 മണിക്കൂർ ലേറ്റ് ആയി. നട്ടപ്പാതിരേക്കാണ് അവിടെ ചെന്ന് കയറിയത്. പിന്നെ ഈ നമ്മുടെ ഒറിജിനൽ ഫ്ലൈറ്റിൽ വരാൻ നിന്നവരൊക്കെ ലേറ്റ് ആയി, സാറ്റർഡേത്തെ പരിപാടിയൊക്കെ മിസ്സായി. അതുകൊണ്ട് എല്ലാം കൊണ്ടും ശുഭം. അങ്ങനെ അത് കഴിഞ്ഞ് ബോംബെ എത്തി. സാറ്റർഡേ വണ്ടി കളക്ട് ചെയ്ത് ഒന്ന് ക്ലീനപ്പ് ഒക്കെ ചെയ്ത് നേരെ പരിപാടിക്ക് കൊണ്ടുപോയിട്ടു. സോ അപ്പോൾ അതിന്റെ വിഷ്വൽസ് കാണിച്ചു തരാം. സോ അന്ന് തന്നെ നമുക്ക് ഈ വണ്ടികളൊക്കെ ആക്ച്വലി ഓടുന്നത് ഇപ്പോൾ ഓക്കെ, ഡിസ്പ്ലേക്ക് പല വണ്ടികളും പല രീതിയിലും കാണാൻ പറ്റുന്നുള്ളത് ഓക്കെ, ബട്ട് ഓൾ ദീസ് കാർസ് യു കുഡ് സീ ദാറ്റ് ദേ ആർ റണ്ണിങ്, ദേ ജസ്റ്റ് കമ്മിങ് ഇൻ എന്നൊക്കെ പറയുമ്പോൾ അത് നല്ലൊരു സംഭവമായിരുന്നു. ഓൾ ദ വെഹിക്കിൾസ് സ്റ്റാർട്ടഡ് കമ്മിങ് ഇൻ ബൈ സാറ്റർഡേ ആഫ്റ്റർനൂൺ. അപ്പോൾ ഇവർ പല ഡിസ്പ്ലേസ് ആയിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. സോ ഒരു സൈഡിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 50 years of S class ഉണ്ടായിരുന്നു വിത്ത് ഓൾ ദീസ് കാർസ് ലൈൻഡ് അപ്പ്. അപ്പുറ സൈഡിൽ SLസിന്റെ മാത്രം ഉണ്ടായിരുന്നു. സോ യു ഹാഡ് എവറിത്തിങ് ഫ്രം ദ 190 SL, പിന്നെ പഗോഡ ഉണ്ടായിരുന്നു, വി ഹാഡ് ദ R107, R129 നമ്മുടെ ദിൽ ചാത്ത ഹൈ അതുണ്ടായിരുന്നു, R230 ഉണ്ടായിരുന്നു. സോ ഓൾ ദോസ് വേ ലൈൻഡ് അപ്പ്. ഇപ്പൊ ഈ 107 എന്ന് പറയുമ്പോൾ അതിന്റെ R107 ആൻഡ് ദ C107 വിച്ച് ഇസ് ദി SLC എന്ന് പറഞ്ഞിട്ട് ഒരു ഹാർഡ് ടോപ്പ് വേർഷൻ ഉണ്ടായിരുന്നു, SLന്റെ ഉണ്ടായിരുന്നു. അതെ, യാ, സോ ദാറ്റ് വാസ് കോൾഡ് ദി SLC, ഒറിജിനൽ SLC. R107 SLന്റെ ഒരു കൂപ്പേ വേർഷൻ ആണ്. അതാണ് ദാറ്റ് eventually became the SEC. 126 വന്നു കഴിഞ്ഞപ്പോഴേക്കും SEC S class coupe ആയി മാറുന്നത് SECയിലോട്ട് അങ്ങനെ പോയി. whereas the regular ഇത് 129 അങ്ങനെ പിന്നെ 2 seater ആയിട്ട് തന്നെ അങ്ങനെ കണ്ടിന്യൂ ചെയ്തു. 129, 230 and whatever that came after that. അപ്പോൾ ആ ഒരു ഇതിലോട്ടാണ് പോയത്. സോ ആ എവല്യൂഷൻ നമുക്ക് കാണാൻ പറ്റും. സോ യു ഹാഡ് മൾട്ടിപ്പിൾ SLs. 190 SL 2 വണ്ടി ഉണ്ടായിരുന്നു. പഗോഡ 2-3 വണ്ടി ഉണ്ടായിരുന്നു. ആൻഡ് അങ്ങനെ പ്രത്യേകത അതിന്റെ റൂഫിന്റെ നെയിം, ആ ഷേപ്പ് എന്നാണ് അതിന്റെ നെയിം കിട്ടുന്നത്. പഗോഡ റൂഫ് എന്ന് പറഞ്ഞിട്ട് വണ്ടി കൺവേർട്ടിബിൾ ആയിരുന്നെങ്കിലും. അതെ, ബട്ട് അതിന് ഹാർഡ് ടോപ്പ് ഉണ്ടായിരുന്നു. ആ ഹാർഡ് ടോപ്പ് വെച്ച് കഴിയുമ്പോൾ ശരിക്കും ഒരു പഗോഡ ഡിസൈൻ ആയിരുന്നു അതിനുണ്ടായിരുന്നത്. സോ ദാറ്റ് വാസ് ഓൾസോ ഓൺ ഡിസ്പ്ലേ. ആൻഡ് SL ലൈൻ അങ്ങനെ കംപ്ലീറ്റ് ഉണ്ടായിരുന്നു. അപ്പുറത്തെ സൈഡിൽ ഒരു എന്താ വെറൈറ്റി കുറെ സാധനങ്ങൾ ഉണ്ടായിരുന്നു ആക്ച്വലി ഇതിനകത്ത്. ഓൺ വൺ സൈഡ് യു ഹാഡ് ദ C class എവല്യൂഷൻ, W201, 202, 203, 204 എലിജിബിൾ ഫോർ എൻട്രി അല്ല. എനിക്ക് തോന്നുന്നു 2000 എങ്ങാണ്ടായിരുന്നു കട്ട് ഓഫ് ഇയർ ഉണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് എലിജിബിൾ അല്ല. S class 50 years of S class കാരണം മാത്രമാണ് ലേറ്റസ്റ്റ് വണ്ടി വരെ കൊണ്ടുവന്നത്. C classഉം ബാക്കി പുതിയ ബെൻസുകളും ഒന്നും ഉണ്ടായില്ല. അപ്പൊ അങ്ങനെ സോ C classന്റെ ഡിസ്പ്ലേ ഉണ്ടായിരുന്നു. C classന്റെ എവല്യൂഷൻ കാണണമെങ്കിൽ നമ്മുടെ മറ്റേ വീഡിയോ കണ്ടാൽ മതി. അതിനകത്ത് എല്ലാ വണ്ടിയുടെയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ലിങ്ക് മുകളിലിടാം. സോ C classന്റെ എവല്യൂഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള വണ്ടികളാണ്. ദെൻ comes the really interesting section. Convertibles. കൺവേർട്ടബിൾസിൽ വന്ന് മോഡേൺ ക്ലാസിക്സ് കൺവേർട്ടബിൾസിൽ വന്ന് യു ഹാഡ് ദ 124 കാബ്രിയോലെ, SLK 2 ഉണ്ടായിരുന്നു, CLK ഫസ്റ്റ് ജെൻ SL, അത് മാത്രമേ കട്ട് ഓഫ് മീറ്റ് ചെയ്യുള്ളൂ. പിന്നെ CLK കൺവേർട്ടബിൾ മനന്റെ വണ്ടി ഉണ്ടായിരുന്നു, അതല്ലാണ്ട് ഒരു വണ്ടിയും കൂടെ ഉണ്ടായിരുന്നു. സോ CLK ഒന്നും നമ്മൾ തീരെ പ്രതീക്ഷിക്കുന്നില്ല, ഇന്ത്യയിൽ വിറ്റതായിട്ട് ആൾക്കാർക്ക് ഓർമ്മയില്ല. CLK ഇന്ത്യ വിറ്റിട്ടുണ്ട്. സോ ദാറ്റ് കാർ ഓൾസോ ഹാഡ് ഓൾസോ കം. ആൻഡ് ദെൻ you had something very interesting. You had wagons. So 123 wagon, 124 wagon, ponton wagon ഉണ്ടായിരുന്നു. So ഇത് കണ്ടോ, ponton wagon. Yes, so this was by Benzന്റെ കൺവേർഷൻ ആണ്. Benz അല്ല, Benz ആണ്. Benzന്റെ കൺവേർഷൻ ആണിത്. So very superb restoration on this car.
നല്ല കളറ്, നല്ല കാര്യങ്ങൾ, എല്ലാ സാധനങ്ങളും ഒറിജിനൽ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. വെരി നൈസ്ലി ഡൺ കാർ. ബിൻസ് എന്താണെന്ന് കൂടി ഒന്ന് പറയാം. ബിൻസ് ബേസിക്കലി ഒരു കോച്ച് ബിൽഡറാണ്. അവർ മെർസിഡീസിന്റെ വണ്ടികൾ എടുത്തിട്ട് അതിന്റെ സ്പെഷ്യൽ വേർഷൻസ് ഉണ്ടാക്കുക. ദേ വുഡ് മേക്ക് ലിമോസ്, വാഗൺസ്, പിക്കപ്സ്, ആംബുലൻസസ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഈ കൂടുതൽ കമേഴ്ഷ്യൽ ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ടുള്ളതും കുറച്ചുകൂടെ പ്രാക്ടിക്കാലിറ്റി ആപ്ലിക്കേഷൻസിനുള്ളതും ബിൻസ് കുറെ വണ്ടികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ദിസ് വെഹിക്കിൾ ഒറിജിനലി ഇന്ദിരാഗാന്ധിയുടെ ആയിരുന്നു. യെസ്, ഇന്ദിരാഗാന്ധിയുടെ ആയിരുന്നു. ദെൻ ഇറ്റ് വെന്റ് ടു ഗോവ. ഫണിയിൽ ഇത് കുറച്ചു കാലം മുമ്പ്, കുറച്ചല്ല, 5-6 കൊല്ലം മുമ്പ് OLX വിൽക്കാനുണ്ടായിരുന്നു. അപ്പൊ എല്ലാരും വന്ന് നോക്കിയിട്ട് ഇതെന്തോ മോഡിഫൈഡ് വണ്ടിയാണെന്ന് പറഞ്ഞിട്ട് നോബഡി, അതുപോലെ ആരോ പോണ്ടോൺ ഇങ്ങനെയൊക്കെ ആക്കിയല്ലോ എന്നൊക്കെ വിചാരിച്ച എല്ലാരും. പക്ഷെ അത് കഴിഞ്ഞ് ഇപ്പൊ രജിസ്ട്രേഷൻ കഴിഞ്ഞ് കണ്ടപ്പോ എവരിബഡി ഈസ് ലൈക്ക്, ഓ. സോ അങ്ങനെ പോണ്ടോൺ ഇതുണ്ടായിരുന്നു, സ്റ്റേഷൻ വാഗൺ. ദാറ്റ് വാസ് എ റിയലി നൈസ് ഫൈൻഡ്. ഇത് കുറെ കാലം കഴിഞ്ഞിട്ടാണ് ഞാൻ കാണുന്നത്. ബട്ട് ഗുഡ് ടു സീ ദാറ്റ്. ലിമോസിൻ സെക്ഷൻ ഉണ്ടായിരുന്നു. There was a limousine section. There was a 123 limousine, 124 limousine. 124 ലിമോസിൻ എനിക്ക് കണ്ടുപറ്റി പരിചയമുണ്ട്. രജനീകാന്തിന്റെ വണ്ടിയായിരുന്നു. യെസ്, അത് രജനീകാന്തിന്റെ വണ്ടിയായിരുന്നു. സോ ഇൻട്രസ്റ്റിംഗ്ലി നമുക്കിപ്പോൾ ഈ ലിമോസിൻ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും വിചാരിക്കും കൂടുതലും ലക്ഷറി വെഹിക്കിൾ ആണ്. അപ്പൊ ലക്ഷറി മാത്രമല്ലാണ്ട് 7-seater ലിമോസിൻസ് മെർസിഡീസിന് എപ്പോഴും ശരിക്കും അതല്ലേ? അതെ. സോ പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവണമെങ്കിൽ 6 ഡോറുള്ള ലിമോസിൻ ആണോ നോക്കിയാൽ മതി. പുൾമാൻ ആണെങ്കിൽ യു ഹാവ് ദാറ്റ് നടുക്കുള്ള ലിമോ സെക്ഷൻ ഉണ്ടാവും. ഇത് പക്ഷേ അവിടെ സീറ്റാണ്. ഇതവിടെ സീറ്റാണ്. പണ്ട് ഇന്നോവ ഉണ്ടാക്കാൻ പറയുമ്പോൾ ബെൻസ് ഉണ്ടാക്കിയ മറ്റേ 7-seater ആണ്. ക്ലാസ് വരുന്നതിന് മുമ്പ് അവരുടെ മനസ്സിലുള്ള 7-seater എന്ന് പറഞ്ഞാൽ നമ്മുടെ സെഡാൻ എടുത്തിട്ട് വലുതാക്കി 2 സീറ്റ് കൊടുത്തു. 2 ഡോറും കൂടെ സീറ്റ് മടക്കി ഒന്നും കയറണ്ട നിങ്ങൾ. അപ്പൊ അങ്ങനത്തെ ഒരു വണ്ടിയാണ്. ദാറ്റ് വാസ് ഓൾസോ സെഡാനിൽ ഉണ്ടാക്കാൻ അറിയുള്ളൂ. അതുണ്ടായിരുന്നു. ദാറ്റ് വാസ് സംതിങ് ക്രേസി. ഞാൻ ഈ ഇതിൽ കണ്ട ഒരു സംഭവം എന്താന്ന് പറഞ്ഞാൽ 124 എടുക്കുകയാണെങ്കിൽ there was the sedan, there was the coupe, convertible, limo, എല്ലാ വേർഷൻസും ഉണ്ടായിരുന്നു. വാഗൺ ഉണ്ടായിരുന്നു. 124 വാഗണും ഉണ്ടായിരുന്നു. സോ ആൻഡ് നമ്മുടെ ഇവിടെ നാട്ടിൽ ഇപ്പൊ ഒരു സ്ട്രെച്ച്ഡ് വാഗൺ പണി കിടക്കുന്നുണ്ട്. അതും കൂടെ പോയിരുന്നെങ്കിൽ എല്ലാം 124 ഇറങ്ങാനുള്ള എല്ലാ വേർഷൻസും അവിടെ ഉണ്ടായേനെ അടുത്ത കൊല്ലം. നമ്മുടെ ഇ ക്ലാസിന്റെ ഇതും ഉണ്ടായിരുന്നു, എവല്യൂഷനും കാണിച്ചിട്ടുണ്ടായിരുന്നു. വിച്ച് വാസ് ഓൺലി കോൾഡ് ദി ഇ ക്ലാസ് ആഫ്റ്റർ ദ 124 ഫേസ് ലിഫ്റ്റ്. ബട്ട് എപ്പോഴും അതിൻ്റെതായ ഒരു വാട്ട് ഡു യു സേ എസ് ക്ലാസ് ആൻഡ് ഇ ക്ലാസ് വേർഷൻസ് എന്നും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഫിൻറ്റെയിൽ എടുക്കുകയാണെങ്കിൽ ദ 111 ഇസ് ദ എസ് ക്ലാസ് ആൻഡ് ദ 110 ഇസ് ദ ഇ ക്ലാസ് എന്ന് നമുക്ക് വിളിക്കാം. വൈൽ ഇറ്റ് വാസ് നെവർ കോൾഡ് ഒഫീഷ്യലി. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ പോണ്ടോൺ, ഫിൻറ്റെയിൽ, അതേപോലെ അത് കഴിഞ്ഞ് 115 വിച്ച് ഇസ് ദ കോമ്പാക്ട്, അത് കഴിഞ്ഞ് 123, എല്ലാത്തിന്റെ 124. ഏത് 124 ആക്ച്വലി ഇല്ല, ഒരു 210 ഉണ്ടായിരുന്നു. ഇപ്പൊ ക്ലാസിക് ആയല്ലോ. ഒരു പ്രീ ഫേസ് ലിഫ്റ്റ് 210 ഒരു വണ്ടി ഉണ്ടായിരുന്നു. ഇതൊക്കെ ഇന്ത്യൻ അസംബ്ലിക്ക് അവര് ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ചൊരു വാട്ട് ഡു യു സേ ഒരു വാല്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ അസംബിൾഡ് ഓർ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത ഏർലി മെർസിഡീസുകൾ. സോ യു ഹാഡ് a 203, you had this 210, Gen 1 M class. ഞാൻ ആക്ച്വലി അതിന്റെ വീഡിയോ കണ്ട്. ഇപ്പൊ കാണുമ്പോ ആ വണ്ടിക്ക് ഒരു പ്രത്യേകത ഉണ്ട് അല്ലേ? കാണുമ്പോ ആക്ച്വലി ഭയങ്കര രസം. ലാസ്റ്റ് ടൈം ഞാൻ അപ്രീഷിയേറ്റ് ചെയ്തിട്ട് മറ്റേ ജുറാസിക് പാർക്ക് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇപ്പോഴാണ് കാണുന്നത്. ഞാനും കുറെ കാലം കഴിഞ്ഞിട്ടാണ് റോഡിന്റെ സൈഡിൽ അല്ലാണ്ടൊരു മറ്റേ Gen 1 M class കാണുന്നത്, ഓടുന്ന കാണുന്നത്. ആൻഡ് ഇപ്പൊ കാണുമ്പോഴേ ഒരു അതിനൊരു ഓൾഡ് സ്കൂൾ സിംപ്ലിസിറ്റി ഉണ്ട്. അതെ, ഇപ്പൊ ഡേറ്റഡ് എന്നുള്ള കാറ്റഗറി കഴിഞ്ഞു. അതിന്റെ ബിക്കം ഇൻട്രസ്റ്റിംഗ് നൗ ആൻഡ് യൂട്ടിലിറ്റേറിയൻ ഒരു ഓണസ്റ്റ് ഫീൽ ഒക്കെ കുറച്ചുണ്ട്. സോ നല്ല രസമായിരുന്നു അത് ഓടിച്ചു നടക്കുന്ന. ഫാമിലി കെയിം ആൻഡ് ദാറ്റ് ആൻഡ് ദേ വർ റിയലി എൻജോയിങ് ദാറ്റ്. പിന്നെ വേറെ ഉണ്ടായിരുന്നത് യു ഹാഡ് ദ 300 അഡന്യൂർ സെക്ഷൻസ് ഉണ്ടായിരുന്നു. അഡന്യൂർ അന്നത്തെ അവിടുത്തെ ലിമോസിൻ ആണ്, അവരുടെ ഏറ്റവും റേഞ്ച് ടോപ്പിംഗ് ഒരു സാധനമാണ്. അതെ, യെസ്, 3 ഉണ്ടായിരുന്നു. പിന്നെ മെർസിഡീസ് നെർബർഗ് എന്ന് പറഞ്ഞിട്ട് പ്രീ വോർ അവരുടെ സൂപ്പർ ലക്ഷറി കാർ ഉണ്ടായിരുന്നു. ദാറ്റ് വാസ് ഓൾസോ ദെയർ. അതും ഇവിടെ ഒരു പ്രൈവറ്റ് കളക്ഷൻ. ഇതെല്ലാം MBCCRന്റെ കവറിൽ തന്നെ നമ്മൾ കാണുന്ന വണ്ടിയാണ്. ആൻഡ് അതേപോലെ there were some interesting modern cars also. There was ഒരു 500 SCC, that is the 126ന്റെ കൂപ്പെ. അത് എയർ റൈഡ് ഒക്കെ കയറ്റിയിട്ടൊരു വണ്ടി ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ വിചാരിക്കും ഇതിപ്പോൾ മോഡേൺ ക്ലാസിക്സ് കുറച്ച് പഴയ വണ്ടികളല്ല. പുതിയ വണ്ടികൾ എന്ന് പറയാനായിട്ട് 3 SLS AMG ഉണ്ടായിരുന്നു.
സോ 2 കൂപ്പ ഉണ്ടായിരുന്നു, ഒരു റോഡ്സ്റ്റർ ഉണ്ടായിരുന്നു. ശരി. സോ അപ്പോൾ ആ SLS ലൈനും ഫുള്ള് കാണാൻ പറ്റി. SLS സത്യം പറഞ്ഞാൽ ഇറങ്ങിയ അന്നോട്ട് മോഡേൺ ക്ലാസിക് ആണ്. അതെ, SLS ഇറങ്ങിയ അന്നോട്ട് മോഡേൺ ക്ലാസിക് ആണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും കളക്റ്റബിൾ മെർസിഡീസ് ഒന്നാണ്. അങ്ങനത്തെ എഞ്ചിൻ സൗണ്ട്സ് ഫാന്റാസ്റ്റിക്. ഗൾവി അങ്ങനത്തെ ബോഡി ഇറങ്ങൂല, അങ്ങനത്തെ ബോഡി ആരും ഇറക്കൂല. സോ നമ്മൾ വിചാരിക്കും ഇത് അകത്ത് മാത്രമായിരുന്നു പരിപാടി എന്നുള്ളത്. പുറത്ത് ഭയങ്കര പരിപാടിയായിരുന്നു. പുറത്ത് ഓപ്പോസിറ്റ് റോഡിന്റെ ഓപ്പോസിറ്റ് ഒക്കെ ഒരു ജെൻ 1 ഫാൻറ്റോ ഒക്കെ പാർക്ക് ചെയ്ത് അതിനകത്ത് ആൾക്കാർ ബോണറ്റിലേക്ക് ഇരിപ്പുണ്ടായിരുന്നു. മാഡ്നസ് കണ്ടിട്ട് ടെൻഷൻ. സോ മൊത്തത്തില് നല്ലൊരു പരിപാടിയായിരുന്നു. സോ ഈവനിങ് ഇത് കഴിഞ്ഞിട്ട് പാർട്ടി കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ നിങ്ങൾ രാവിലെ ഡ്രൈവിന് പോയി. സോ സാറ്റർഡേ ഈവനിങ് എന്ന് പറയുമ്പോൾ പാർട്ടിസിപ്പൻസിന് മാത്രമായിട്ട് ഇവന്റ് ആയിരുന്നു. അപ്പൊ അന്ന് വണ്ടിയിൽ അങ്ങനെ ബാരിക്കേഡും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പീപ്പിൾ കുഡ് ബേസിക്കലി ഓണേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പൊ അത് കുഴപ്പമില്ല. അപ്പൊ എല്ലാ വണ്ടികളും കാണാൻ പറ്റി, ഒന്ന് സോഷ്യലൈസ് ചെയ്യാനായിട്ട് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. മെർസിഡീസിന്റെ ആൾക്കാരുണ്ടായിരുന്നു, ആൻഡ് അല്ലാണ്ട് ഓണേഴ്സും പല ഡീലേഴ്സും എല്ലാവരും ഉണ്ടായിരുന്നു. സോ ദാറ്റ് വാസ് എ നൈസ് ഇനിഷ്യേറ്റീവ്. പിന്നെ അവര് അവിടെ തന്നെ വേറൊരു സാധനം ഷോക്കേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഇവര് തന്നെ മെർസിഡീസ് ഇപ്പോൾ ഷമാൻ അവിടുത്തെ ബോംബെത്തെ ഡീലർ, അപ്പൊ അവര് റെസ്റ്റോർ ചെയ്ത കുറച്ച് വണ്ടികളൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. ഡീലേഴ്സിന് തന്നെ ഇങ്ങനെ പഴയ വണ്ടിയിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതിനെക്കാട്ടിലും വലിയൊരു സപ്പോർട്ട് ശരിക്കും ഒരു കളക്ടറിന് കിട്ടാനില്ല. കാര്യം ഒരു സാധനം എസ്പെഷ്യലി ഇതേപോലത്തെ എക്സ്പെൻസീവ് ആൻഡ് കോംപ്ലിക്കേറ്റഡ് വണ്ടികൾ അതിന്റെ ആ പ്രോസസ്സിൽ തന്നെ ഊരി തിരിച്ചിടല് എല്ലാം ആ ഒരു പ്രൊസീജിയറിൽ ചെയ്യാനാണെങ്കിൽ ദാറ്റ് വിൽ ബി ഗ്രേറ്റ്. നമ്മുടെ കൊച്ചിയിലത്തെ പുതിയ ഡീലറിനെ ഞാൻ മീറ്റ് ചെയ്തായിരുന്നു അവിടെ വെച്ചിട്ട്. ഹി ഈസ് ഓൾസോ ക്വൈറ്റ് ഇൻട്രസ്റ്റഡ് ഇൻ ക്ലാസിക്സ്. അപ്പോൾ ഹോപ്പ്ഫുള്ളി നമുക്ക് ഇനി കൊച്ചിയിൽ ഇതൊക്കെ കാണാൻ പറ്റും. അങ്ങനെ സാറ്റർഡേത്തെ പരിപാടി കഴിഞ്ഞു. സൺഡേ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഡ്രൈവിന് സ്റ്റാർട്ട് ചെയ്തു. ഡ്രൈവ് വാസ് ബേസിക്കലി നമ്മൾ ഇവിടെ ചെന്നു, ബാൻഡ്രൈൻ തുടങ്ങി സീലിംഗ് വഴി ഇറങ്ങി യൂഷ്വൽ ഡ്രൈവ് വേളി സീഫേസ് കൂടെ കറങ്ങി. അതെ, ബോംബെക്കാരുടെ സൺഡേ മോർണിംഗ് ഡ്രൈവ് ആയിരുന്നു. അവിടെയാണ് എല്ലാവരും കാർ സ്പോട്ടേഴ്സ് ഒക്കെ വെയിറ്റ് ചെയ്യുക. കാരണം ഇതിന്റെ അകത്ത് കയറി കാണാൻ പറ്റാത്തവർ മുഴുവൻ റോഡിൽ ഉണ്ടാവും. റോഡ് മുഴുവൻ ആളായിരുന്നു. സോ ഇപ്രാവശ്യം ബിക്കോസ് താജിൽ സ്ഥലവും ചെറുതാണ്, അപ്പൊ അതുകൊണ്ട് ആൾക്കാർ ആരും കയറ്റാത്തതുകൊണ്ട് ഇവർ ഓട്ടോക്കാർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വഴിയിൽ ഇന്ന സ്ഥലത്ത് നിന്നാ കാണാൻ പറ്റുമെന്നുള്ളത്. ആൻഡ് ഇറ്റ് വാസ് ഫുൾ ഓഫ് പീപ്പിൾ. എല്ലാ ജംഗ്ഷനിലും മറ്റേ പോലീസ് സ്റ്റോപ്പിംഗ് ട്രാഫിക്. നമുക്ക് യൂ ടേൺ, എസ്പെഷ്യലി പഴയ വണ്ടികൾക്ക് യൂ ടേൺ എടുക്കാനായിട്ടും കാര്യങ്ങൾക്കൊക്കെ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. എല്ലായിടത്തും സൈൻ ബോർഡ്സ് ഉണ്ടായിരുന്നു. ഒരു വണ്ടി പോലും തെറ്റിപ്പോയില്ല, ഒരു വണ്ടി ബ്രേക്ക് ഡൗൺ ആയില്ല. സോ മൊത്തത്തിൽ ദാറ്റ് വാസ് റിയലി നൈസ്. ആൻഡ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും then you really saw Bombay Sundays, like there was McLarens, പുതിയ Ferraris, ഒരു 6-wheeled Wrangler ഉണ്ട് ഞാൻ. So a lot of interesting cars came out. നമ്മുടെ ജിംനി വന്നിട്ടുണ്ടായിരുന്നു അവിടെ പരിപാടി. പോയിട്ടില്ല. So ജിംനി ഉണ്ടായിരുന്നു. ജിംനി വരും. സോ അങ്ങനെ മൊത്തത്തില് ദ ഇവന്റ് വാസ് റിയലി നൈസ്. നമ്മുടെ ഗോവയിൽ നിന്ന് നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ഓടിച്ചു വന്നു, നേത്തനും ഒക്കെ അവർ ഗോവയിൽ നിന്ന് ഓടിച്ചു വന്നിട്ടുണ്ടായിരുന്നു. ആ ലിമോസീനും ഒരു സ്റ്റാൻഡേർഡ് 123 300 കൂടെ ഓടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അടുത്ത കൊല്ലം നമുക്ക് പറ്റിയെങ്കിൽ ഓടിച്ചു നോക്കാം. ബട്ട് ഓവറോൾ ഇവന്റ് വളരെ നന്നായിരുന്നു. അത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയതിലും ആ ഒരു സോഷ്യലൈസിംഗും എല്ലാം വാസ് റിയലി നൈസ്. ഇവന്റ് വാസ് കണ്ടക്റ്റഡ് വെരി വെൽ. ആൻഡ് നമുക്ക് എസ്പെഷ്യലി 221 ഒരു മോഡേൺ ക്ലാസിക് ആയി എന്നുള്ളതിന്റെ ഒരു സൈനും കൂടിയാണത്. പക്ഷെ നീ പോയേക്കണ ഏറ്റവും മോഡേൺ വണ്ടിയും കൊണ്ടുപോയേക്കണ ഏറ്റവും മോഡേൺ ക്ലാസിക് കാർ ഇവന്റ് ഇതല്ലേ? അതെ, കാര്യം അതല്ലാണ്ട് വേറെ മോഡേൺ കാറും കൊണ്ട് ഞാൻ ഇതുവരെ ഒരു ഇവന്റിന് അങ്ങനെ പോയിട്ടില്ല. ബട്ട് ദാറ്റ് വാസ് എ ഗുഡ് എക്സ്പീരിയൻസ്. ഞാൻ ശിവനെയും കൂടെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, പിന്നെ ചേച്ചിയും അളിയനൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ സെക്കൻഡ് ഡേ എല്ലാവർക്കും കാണാനൊക്കെ പറ്റി. അപ്പൊ ബെൻസിനുള്ള പ്രാന്ത് അവർക്കും കുറച്ചുകൂടെ കൂടിയിട്ടുണ്ട്. ബട്ട് ഇറ്റ് വാസ് റിയലി നൈസ്. അപ്പം അങ്ങനെ ഇതായിരുന്നു നമ്മുടെ ബെൻസിന്റെ കഥകൾ. താങ്കൾ എന്താണ് ചെയ്തത്? ട്രാക്ക് ഡേ 2-2.5-3 വർഷത്തിന് ശേഷം ഞാൻ ആക്ച്വലി ബുദ്ധിൽ പോയി. കുറെ കാലമായി. ബുദ്ധിമുട്ടിയില്ല, ചെന്നിട്ട് മുട്ടാണ്ടൊക്കെ പോകുന്നു. സോ പണ്ട് സ്ഥിരമായി പോയിരുന്നാണ്, കുറെ ഇവന്റ്സ് ഒക്കെ ഉണ്ടാവുമായിരുന്നു. പിന്നെ കൊറോണ തുടങ്ങി, അത് കഴിഞ്ഞ് പിന്നെ കൊറോണ പേടിയായിട്ട് നമ്മളൊരു കൊല്ലത്തോളം കൊറോണക്കാളും കൂടുതൽ സമയം വീട്ടിൽ കൊറോണ കഴിഞ്ഞിട്ട് പേടിച്ചില്ല. അല്ല, പിന്നെ പോകാനുണ്ടായിരുന്നു മെയിൻ ഇവന്റ് എന്താ MG-യുടെ ഡ്രൈവ് ആയിരുന്നു. അത് പിന്നെ ട്രാക്കിൽ പോയിട്ട് അപ്പൊ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് പല കാരണം കൊണ്ട് അവിടെ പോകേണ്ടി വന്നില്ല. ഇപ്പോൾ ഗുഡ് ടു ബി ബാക്ക്. ആൻഡ് അതിന് വേണ്ടിയിട്ട്, അതായത് ബുദ്ധിൽ എപ്പോഴും ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്ലോ കാറുകൾ കൊണ്ടുപോയാൽ വലിയ രസം തോന്നില്ല. അതിനുള്ള ട്രാക്കാണ്. ഈവൻ ഫാസ്റ്റ് വണ്ടികൾ തന്നെ വലിയ ഫാസ്റ്റ് ആയിട്ട് തോന്നൂല അവിടെ. സോ ഞാൻ ആദ്യം ബുദ്ധിൽ ഓടിക്കുന്ന വണ്ടി ഡിസയർ ആണ്. പക്ഷെ അന്നൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബുദ്ധ ട്രാക്ക് അവര് ജസ്റ്റ് പണിതിട്ടുണ്ടായിരുന്നുള്ളൂ. നടന്നു കഴിഞ്ഞെന്ന് തോന്നുന്നു ഫസ്റ്റ്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഇവന്റ് ആണത്.
സോ മാരുതി അതിനു വേണ്ടി ഫുൾ ഹയർ ചെയ്തിട്ട് സെക്കൻഡ് ജെൻ ഡിസൈർ ഇറങ്ങിയ സമയത്ത് അപ്പോഴേക്കും കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഡിസൈർ ഫസ്റ്റ് നമ്മൾ ഈ ട്രാക്കിലാണ് ഓടിക്കുന്നത്. ആദ്യം തന്നെ വണ്ടി എടുത്ത് വണ്ടീനേലും കൂടുതൽ നമ്മുടെ മനസ്സിൽ ട്രാക്ക് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പൊ അങ്ങനെ പോയി അവിടെ അത്യാവശ്യം കുറെ അധികം ലാപ്പ്, ഐ തിങ്ക് 50-60 ലാപ്സ് ഒക്കെ അടിച്ചു. ഒരു കുഴപ്പമുണ്ടായില്ല. കാർ വെറുതെ ഹൈവേയിൽ ഓടിക്കണ പോലെ ഉള്ളൂ. കാരണം വലിയ റോഡ്, നല്ല ലോങ് സ്ട്രൈറ്റ് ഒന്നുമില്ല. നമ്മൾ മറ്റേ ഇവിടുന്ന് ബാംഗ്ലൂർ പോകുമ്പോൾ ചവിട്ടി പൊളിച്ച് പിടിച്ചിരിക്കുന്ന പോലെ തന്നെ ഓടിച്ചിട്ടുണ്ട്. വലിയ കൂൾ ഡൗൺ ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. ഓക്കെ, ഭയങ്കര എന്താ പറയാ, ആ ട്രാക്കിനനുസരിച്ചുള്ള ഒരു കാറേ അല്ല. പക്ഷെ എന്നാലും ആ ട്രാക്ക് ആദ്യമായി എക്സ്പീരിയൻസ് ചെയ്യുന്ന നമുക്ക് ഫെമിലിയർ ആയ ഒരു വണ്ടിയാണ്. ലൈക് സ്വിഫ്റ്റ് ഓടിച്ചിരുന്നവിടത്തൊന്നും നമുക്ക് ഡിസൈർ ഓടിക്കുമ്പോൾ നമുക്ക് വലിയൊരു ലേണിംഗ് കർവ് ഇല്ല. വണ്ടീനെ കുറിച്ച് മറക്കാം, എന്നിട്ട് ട്രാക്ക് എക്സ്പ്ലോർ ചെയ്യാം എന്നുള്ള രീതിയിലായിരുന്നു പോയിരുന്നത്. ആൻഡ് ഫ്രം ദെൻ ഓൺ ഐ തിങ്ക് ഒരുമാതിരിപ്പെട്ട എല്ലാ ഫാസ്റ്റ് വണ്ടികളും, സൂപ്പർ കാർസ്, ഫാസ്റ്റ് സെഡാൻസ്, മഹീന്ദ്ര ഒരു ടെസ്റ്റ് ഡ്രൈവ് വരെ ചെയ്തിട്ടുണ്ട്. അവിടെ താർ ഓടിക്കാൻ തന്നിട്ടുണ്ട്. ഏത് ഇപ്പോഴത്തെ പുതിയ താറല്ല, പ്രോപ്പർ ട്രാക്ക് കാർ അതൊക്കെ തന്നിട്ടുണ്ട്. XUV ഓടിച്ചിട്ടുണ്ട്. അങ്ങനെ കുറെ വണ്ടികൾ നമ്മളോട് ഓടിച്ചിട്ടുണ്ട്. ഈവൻ ഫാസ്റ്റ് വണ്ടികൾ, മസ്റ്റാങ്ങിന്റെ ഡ്രൈവ് അവിടെ ഇരുന്ന്, കുറെ പോർഷെ ഇവന്റ്സ് ഉണ്ടായിരുന്നു. ഐ തിങ്ക് മെർസിഡീസ് AMG ഓടിച്ചിട്ടുണ്ട്. BMW ഡ്രൈവ് ഉണ്ടായിരുന്നു. ഐ തിങ്ക് നിയർലി ഓൾമോസ്റ്റ് എല്ലാ ഫാസ്റ്റ് വണ്ടികളും അവിടെ ഓടിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്ന് കുറെ കാലം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകുമ്പോൾ യു ആർ ഗെറ്റിംഗ് ബാക്ക് ഒരു ഫെമിലിയർ ടെറിട്ടറി. ആൻഡ് ഇപ്പോഴത്തെ RS റേഞ്ചിൽ ഞാൻ ആക്ച്വലി വണ്ടികളൊന്നും ഓടിച്ചിട്ടുണ്ടായിരുന്നില്ല. വലിയ അധികം വണ്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. ദേ ഹാഡ് RS5, RS Q8, പിന്നെ 1-2 S5 ഉണ്ടായിരുന്നു. നമ്മൾ ബോധർ ചെയ്ത് തന്നെയില്ല. സോ ഇനീഷ്യലി ചെന്ന് കയറി ആദ്യം കിട്ടുന്ന വണ്ടി RS5 ആയിരുന്നു. ഇൻട്രസ്റ്റിംഗ് വണ്ടി. കാരണം നമ്മളൊരു M4 ആയിട്ട് കമ്പയർ ചെയ്യാവുന്ന, അല്ലെങ്കിൽ BMW M3 M4 ആയിട്ട് കമ്പയർ ചെയ്യാവുന്ന, അതേപോലെ അല്ലെങ്കിൽ മെർസിഡീസ് C63 അതിൻ്റെ ഒക്കെ റേഞ്ചിലേക്ക് ഏകദേശം കൂട്ടാവുന്ന ഒരു വണ്ടിയാണ് ഈ RS5. ഓൾ വീൽ ഡ്രൈവ് ആണ്. സോ പുതിയ ഹാൽഡെക്സ് ഈ പറഞ്ഞ പോലെ മറ്റേ ഓൾ വീൽ ഡ്രൈവ് എങ്ങനെ ടോർക്ക് സ്പ്ലിറ്റ് എന്നുള്ളതും അതിന് പുതിയ ടോർക്ക് വെക്ടറിങ്ങിന്റെ ഒക്കെ ഒരു വ്യത്യാസവും അതൊക്കെ നമുക്ക് ഒന്ന് ഫീൽ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് RS5 അല്ലേ, കൂപ്പേ, JDക്ക് ഇഷ്ടമുള്ള വണ്ടി, അത് ഞാൻ ട്രാക്കിൽ ഓടിച്ചിട്ടുണ്ട്. സോ ദാറ്റ് ഫെൽറ്റ് ഒരു അന്നത്തെ കാലത്തുള്ള ഒരു വലിയ ബ്രൂസർ V8 ഫ്രണ്ടിൽ ഒരു ഇതും ഫ്രണ്ട് ഹെവി ആയിട്ടുള്ള ഒരു ബിഹേവിയറും മസിൽ കാറാണ് ശരിക്കും. അങ്ങനത്തെ ഒരു വണ്ടിയാണ്. സോ അവിടെ നിന്ന് ഓഡിയുടെ റേഞ്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ഹാഡ് ദിസ് ഫ്രണ്ടിലേക്ക് മൗണ്ട് ചെയ്തിട്ടുള്ള പോലത്തെ കുറെ ലോഞ്ചിറ്റ്യൂഡിനൽ എഞ്ചിൻസ് എല്ലാം ഫ്രണ്ട് ആക്സിലിന് മുന്നിലാണ്. സോ അതിന്റെ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ എല്ലാം കുറച്ച് ഡിഫറെന്റ് ആണ്. ലൈക്ക് ഇപ്പോൾ ഒരു M കാർ ആയിട്ട് AMG ആയിട്ടും ഇമീഡിയറ്റ്ലി കമ്പയർ ചെയ്യാൻ പറ്റില്ല. ദിസ് ഫെൽറ്റ് ഒരു ഇത്തിരി കൂടി സ്ട്രേറ്റ് ലൈനിലാണ് ഇതിന്റെ കഴിവുകൊണ്ടിരിക്കുന്നത്. സോ അവിടെ നിന്ന് ഈ വണ്ടി ഓടിക്കുമ്പോൾ ഒരു എങ്ങനെ ഇരിക്കും എന്നുള്ളതും, പുതിയ 4 വീൽ ഡ്രൈവ്, പുതിയ ഇലക്ട്രോണിക്സ്, ഇതിന്റെ ഒക്കെ അടുത്ത ജനറേഷൻ ആയതുകൊണ്ട് ഇതിന്റെയൊക്കെ ബിഹേവിയർ ഒന്ന് ഫിഗർ ഔട്ട് ചെയ്യണം എന്നുള്ള എന്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പൊ ഒരു ക്യൂരിയോസിറ്റി ഭയങ്കര വലിയ ഫാക്ടർ ആയിരുന്നു. പക്ഷെ കാർ വാസ് ഒരു ഭയങ്കര ക്ലിനിക്കലായിരുന്നു. നമ്മളിപ്പോ ഒരു കോർണർ ഒക്കെ എടുക്കുമ്പോഴും ഇറ്റ് ഫെൽറ്റ് ലൈക്ക് ഒരു ഇറ്റ്സ് ആൻ ഈസി കാർ ടു ഗെറ്റ് ഇൻ ആൻഡ് ഡ്രൈവ് ഫാസ്റ്റ്. അവർ അതാണ് ഉദ്ദേശിക്കണേന്ന് തോന്നുന്നു എനിക്ക്. ആ ബാക്കിയെല്ലാം ഇപ്പോഴത്തെ ആൾക്കാരുടെ ഒരു സെൻസ് ഓഫ് ഫൺ തന്നെ മാറിയിട്ടുണ്ട്. ഇപ്പൊ എല്ലാവർക്കും മറ്റേ ഡ്രാഗി നമ്പേഴ്സും 0 to 100 അങ്ങനത്തെ സാധനങ്ങളാണ്. ലാപ്പ് ടൈം സെറ്റ് ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ ഒരു വണ്ടിയിലും ഞാൻ ഫാസ്റ്റർ ആണെന്നുള്ള വരുത്തി തീർത്താ ഇറ്റ്സ് നോട്ട് അബൌട്ട് ഹാവിംഗ് ഫൺ. പക്ഷേ ഒന്നുമില്ല, അതുപോലത്തെ ഒരു സംഭവം. ഇപ്പൊ റോട്ടിലാണെങ്കിലും നമുക്ക് മറ്റേ ഡ്രാഗ് ചെയ്യുന്നു, അടുത്ത വണ്ടിയിലും ഫാസ്റ്റർ ആയിരിക്കും. ഓക്കെ, ഒബ്വിയസ്ലി ഓടിയെല്ലാം ഫാസ്റ്റ് ആണ്. എന്നിട്ട് അതാണ് ക്വസ്റ്റ്യൻ. സോ മെഷറബിൾ അല്ലാത്തൊരു സാധനം ഉണ്ട്. ലൈക്ക് കാറിൽ നമ്മൾ ഓടിക്കുമ്പോൾ ഹൗ മച്ച് ഫൺ യു ഹാഡ്, ഹൗ മച്ച് ഇറ്റ് മേഡ് യു സ്മൈൽ, ഈ വക സാധനങ്ങൾ നമുക്ക് സ്റ്റിയറിംഗിന്റെ ഫീല്, അല്ലെങ്കിൽ ഇതിനൊന്നും മറ്റേ യൂണിറ്റ്സ് ഇല്ല. പക്ഷെ ഇതെല്ലാം നമ്മുടെ മനസ്സിൽ നമ്മൾ നോക്കുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. ആൻഡ് അത് നമ്മൾ ആ ട്രാക്ക് ഡേയിൽ എക്സ്പ്ലോർ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പെർട്ടിക്കുലർ വണ്ടിയിൽ എനിക്ക് അറിയണോ, ഞാൻ ബയാസ്ഡോ ഒന്നുമല്ല, ബട്ട് എന്റെ മനസ്സിൽ സ്റ്റിൽ AMGസും M കാർസും ആർ വേ ബെറ്റർ. കുറച്ചും കൂടി ഒരു എന്റർടൈനിങ് ഹാൻഡ്ലിംഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഐ ഹാഡ് ഫൺ. ഈ വണ്ടിയിലും അത്യാവശ്യം ഫൺ ഉണ്ടായിരുന്നു. ഇപ്പൊ ട്രാക്കിൽ പോയിട്ട് നമ്മൾ കുറെ കാലം കഴിഞ്ഞിട്ട് ഓടിക്കാൻ അറിയില്ലെങ്കിൽ യു വോണ്ട് ഗോ ഓഫ് ദ ട്രാക്ക് എന്നാണ് ഇതിന്റെ അഡ്വാൻറ്റേജ്. അതാണ് കാരണം ദിസ് ഇസ് ആൻ ഈസി കാർ ടു ഡ്രൈവ് ഫാസ്റ്റ്. എനിക്ക് തോന്നുന്നു ആരും അന്ന് ട്രാക്കിന് പുറത്തോട്ട് പോയില്ല എക്സെപ്റ്റ് കാർ ഗേൾസ് ഇന്ത്യ. അവരും കണ്ടും മറ്റേ ട്രാക്കിൽ മറ്റേ ഓഫ് റോഡ് എക്സ്കർഷൻ പോയി, ട്രാക്ക് ക്ലോസ്ഡ് ആയി, കുറെ നേരത്തേക്ക് അങ്ങനെ സമയം പോയിട്ടുണ്ടായിരുന്നു. അവരെന്റെ വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് സീക്രട്ട് ഒന്നല്ല, പറയുന്നതിന് കുഴപ്പമില്ല. സോ ദാറ്റ് വാസ് ദ ഓൺലി ഇൻസിഡന്റ് അന്നത്തെ ആ 2 ദിവസങ്ങളിൽ. ഐ തിങ്ക് കുറെ കസ്റ്റമേഴ്സും വന്നിട്ടുണ്ടായിരുന്നു. സോ ഹോൾ ഡേ ഐ തിങ്ക് ആ 2 ദിവസം വീക്കെൻഡ് ആയിരുന്നുകൊണ്ട് സാറ്റർഡേയും കുറെ കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു. സോ കുറച്ച് ലാപ്സ് ഇതിൽ ചെയ്തു, പിന്നെ കുറച്ച് കൂൾ ഡൗൺ ലാപ്സ് ഉണ്ടായിരുന്നു. ആൻഡ് എവ്രി വൺ വാണ്ടഡ് RS Q8. അപ്പൊ അതുകൊണ്ട് ഭയങ്കര ക്യൂ ആയിരുന്നു RS Q8 കിട്ടാൻ വേണ്ടിയിട്ട്. ക്യൂ ആൻഡ് വെയിറ്റ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മള് എനിക്ക് 2ാമത്തെ പ്രാവശ്യം കയറിയപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് തന്നെ കിട്ടിയ ഒരു ബ്ലൂ കളർ തന്നെ വണ്ടി കിട്ടിയായിരുന്നു.
ഭയങ്കര ഇൻട്രസ്റ്റിംഗ് വണ്ടിയാണ് RS-Q8. ആക്ച്വലി പോകുമ്പോഴും സൗണ്ട് നല്ല രസമാണ്. മറ്റേ V8ന്റെ ഒരു ക്യാരക്ടറൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാൻഡ് സ്റ്റാൻഡ് അവിടെ നിൽക്കുമ്പോൾ ഇതിന്റെ മറ്റേ ഒരു എന്താ പറയാ അതിന്റെ ഒരു റിഫ്ലക്ഷനും റിവർബറേഷനും കൂടി ഉണ്ടല്ലോ, അതും കൂടി ആയിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഫുൾ ചാറ്റിൽ പോകുമ്പോൾ നല്ല രസമാണ് ആ ലോങ് സൈഡിലൊക്കെ കേൾക്കാനായിട്ട്. ആൻഡ് ഇതൊരു എന്താ പറയാ ഇപ്പോൾ ഒരു ബേസിക്കലി ലാംബോർഗിനി റൂസ് ആണ്. കുറച്ചും കൂടിയും എന്താ പറയാ ഒരു കോട്ടൊക്കെ ഇട്ട് മറ്റേ സിവിലൈസ്ഡ് ആയിട്ട് വന്നേക്കണ ഒരു കല്യാണത്തിന് പോകുന്ന ലാംബോർഗിനി റൂസ് ആണ്. പക്ഷെ കാർ ആക്ച്വലി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ലൈക്ക് ഇപ്പോൾ ഈ റേഞ്ചിൽ നോക്കുകയാണെങ്കിൽ ഐ തിങ്ക് ഇറ്റ് ലുക്സ് കൂൾ. കാണാനായിട്ട് ഒരു ഭംഗിയുണ്ട്. ഫ്രണ്ടിൽ നിന്നൊക്കെ കണ്ടാലും ഒരു അഗ്രഷൻ ഉണ്ട്, ഒരു റൈറ്റ് എമൗണ്ട് ഓഫ് അഗ്രഷൻ. എന്നാൽ ക്ലാസി ആയിട്ട് ഡെയിലി ഓടിച്ചെടുക്കാവുന്ന പോലത്തെ ഒരു വണ്ടിയായിട്ടാണ് തോന്നുന്നത്. വീൽസ് 23 ഇഞ്ചാണ്. 23 ഇഞ്ച്. ഞാനിത് ആദ്യം അതുപോലെയാണ്. അപ്പൊ ഞാൻ ആദ്യം അനൗൺസ് ചെയ്ത സമയത്ത് ഞാൻ ആലോചിച്ചു 23 ഇഞ്ച് വീൽസ് ഒക്കെ എന്തൊരു സൈസ് ആയിരിക്കും. പക്ഷെ ആ ഹോൾ ബോഡിയുടെ വെച്ച് നോക്കുമ്പോൾ ഈ 23 ഇഞ്ച് വീൽസ് അത്യാവശ്യം നല്ല വെൽ പ്രൊപ്പോർഷൻഡ് ആയിട്ട് തോന്നും. ബ്രേക്സിന്റെ ഡിസ്ക് ഒക്കെ കണ്ട എന്ത് സൈസാണ്. സോ ഭയങ്കര രസമാണ് ആക്ച്വലി. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ട് ആ ഒരു ബബിളും ബാക്കി ഫീലും ഒക്കെ ഉണ്ട്. കോർണർ ചെയ്യുമ്പോഴൊക്കെ ജസ്റ്റ് ഡിഫൈസ് ഫിസിക്സ്. ഓക്കെ, വെയിറ്റ് തോന്നും ലൈക്ക് ഇറ്റ്സ് എ ഹെവി കാർ. നമ്മൾ RS5 കഴിഞ്ഞിട്ട് ഇതിലേക്ക് ചെല്ലുമ്പോൾ പക്ഷെ എന്നാലും ആ 4-wheel ഡ്രൈവ് വെച്ചിട്ട് അത് എങ്ങനെയോ വെയിറ്റ് മാനേജ് ചെയ്യുന്നുണ്ട്, ഗ്രിപ്പ് ചെയ്യുന്നുണ്ട്. കോർണറിലൊക്കെ നമ്മൾ ഹൈ ആയിട്ട് ഇരിക്കണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് ഇപ്പോൾ മറിയുന്നോടത്തൊന്നും ആക്ച്വലി മറയൂല. ടൺസ് ഓഫ് ഗ്രിപ്പ്. ഇത്രയും വെയിറ്റും വെച്ചിട്ട് ഇതിങ്ങനെ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമ്മതിക്കണം. ഇൻട്രസ്റ്റിംഗ്, ദാറ്റ്സ് നൈസ്. ഞാൻ ഈ പുതിയ ഈ ഒരു ജനറേഷൻ ഇത് ഓടിച്ചു നോക്കിയിട്ടില്ല. എനിക്കും ആക്ച്വലി പുതിയ എക്സ്പീരിയൻസ് ആണ്. സോ RS5 ഞാൻ ഇങ്ങനെ എക്സ്പെക്ട് ചെയ്തതിലും പഴയ വേർഷനിലും കുറെ കൂടി ന്യൂട്രൽ ആയിട്ടുണ്ട്. സോ ഇറ്റ് ഫെൽറ്റ് ലൈക്ക് ഒരു കോർണർ ചെയ്യുമ്പോഴും ഫ്രണ്ട് ആൻഡ് ഗ്രിപ്പാണ് പണ്ടത്തെ ഒരു വണ്ടികളുടെ ഒരു ലിമിറ്റേഷൻ ആയിട്ട് തോന്നിയിരുന്നെങ്കിൽ ഇപ്പൊ അത് എല്ലായിടത്തും അത് എനിക്ക് ബ്രേക്ക് ചെയ്തിട്ടാവാം, ടോർക്ക് വെക്ടർ ചെയ്തിട്ടാവാം, എന്തായാലും അത് നല്ലോണം ടേണിൻ കഴിഞ്ഞാലും. സോ ഞാൻ ഓടിക്കുന്ന ദിവസം എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ബ്രേക്സ് ഒക്കെ നാക്കേഡ് ആയിട്ടുണ്ടായിരുന്നു. കാരണം 2 ദിവസമായിട്ട് ട്രാക്കി കിടന്ന എല്ലാ വണ്ടിയും പൊളിയായിരുന്നു. ടയറുകൾ കുഴപ്പമില്ലെന്നുള്ളൂ. ലാസ്റ്റ് ലെഗ്സിലായതുകൊണ്ട് അവർ മാറണില്ല. കാരണം ഇന്നും കൂടി കഴിഞ്ഞിട്ട് ഇതെല്ലാം മറ്റേ ട്രക്കി കയറ്റി കൊണ്ടുപോകാൻ പോകുന്ന പരിപാടിയാണ്. ബ്രേക്സ് ഒക്കെ മറ്റേ ജട്ടർ ചെയ്യും ചുമ്മാ. മറ്റേ ലാസ്റ്റ് ഒക്കെ മറ്റേ ലോങ് സൈഡിലൊക്കെ നമ്മൾ 210 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ ഭയങ്കര സൗണ്ടാണ്. പക്ഷെ കുഴപ്പമില്ല, ഉള്ളത് വെച്ച് മാനേജ് ചെയ്യാന്നുള്ള രീതിയിൽ നമ്മളും പുഷ് ചെയ്യാണ്. ആൻഡ് ഈ ഒരു എന്താ പറയുക ഒരു സെൻസ് ഓഫ് സെക്യൂരിറ്റി ഭയങ്കര കൂടുതലാണ്. നമുക്ക് പെട്ടെന്ന് നമുക്ക് വേണ്ടത് അതല്ല, നമുക്ക് വേണ്ടത് ഇൻസ്റ്റെബിലിറ്റിയാണ്. കുറച്ച് പേടിയാവണം എന്ന് പറയുമ്പോൾ ഒരു 100 താഴെ സ്പീഡിലെ പേടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് 200 പോയി പേടിക്കേണ്ട ആവശ്യമില്ല. അതാണ് തിയറി. അതിലൊരു ഡേഞ്ചർ ഫാക്ടർ ഉണ്ട്. ലൈക്ക് നമുക്ക് ഇതിൽ അനാവശ്യ കോൺഫിഡൻസ് തോന്നും. നമ്മൾ കോർണർ ചെയ്യുമ്പോൾ നമുക്ക് മറ്റേ വണ്ടി എന്തായാലും ഇത് വളഞ്ഞോളും എന്നുള്ളൊരു തോന്നല്. ഒരു AMG ഒക്കെയാണ് നമ്മൾ അങ്ങനെ ഒരു പേടിയോടുകൂടിയൊക്കെയാണ്. ഒരു ക്വാർട്ടറോ കഴിഞ്ഞ ഒരു AMG കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ക്രാഷാണ്. നമ്മൾ ഇതിൽ ബേസിക്കലി ESP ഒക്കെ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും ഇതിൽ കാറിന് ഒന്നുമില്ല. കാരണം മറ്റേ ഓഫ് ചെയ്തോ കുഴപ്പമില്ല, ഞാൻ നോക്കിക്കോളാം എന്നുള്ള പോലത്തെ ഒരു മൈൻഡാണ്. മറ്റേലൊക്കെ ഗുഡ് ബൈ എന്ന് കാർ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടാവും, നിന്റെ പാടായി. അതുപോലത്തെ ഒരു രീതിയിലാണ് എല്ലാവരോടും പറഞ്ഞു. ഞാൻ വിളിച്ചു പറയണോ എന്നൊക്കെ ചോദിക്കാം BOX. ഇത് അതൊന്നുമല്ല, നേരെ ഒരു കുഴപ്പമില്ല. ഒരു ഡു ഐ വാണ്ട് ഇറ്റ് എന്ന് പറഞ്ഞാൽ വെച്ചാൽ ഇതിലും ഫൺ വണ്ടികളുണ്ട്. ഇപ്പൊ ചിലപ്പോ മേ ബി ഒരു ഇത്രയും പവറൊന്നും ഇല്ലാത്തൊരു വണ്ടി. So RS5 maybe a 340i would be more fun. അതും all wheel drive ആണ്. I would still prefer a Gen 1 RS5 over the new RS5. Me too. അല്ലേ? Because അതിന് എന്തോ ഒരു നീഷ് ഉണ്ട്, അതിനൊരു ക്യാരക്ടർ, അതിന്റേതായിട്ട് കാലത്ത് അതിന്റെ V8ന്റെ ക്യാരക്ടറും ബാക്കി സാധനങ്ങളൊക്കെ ഉണ്ട്. ദിസ് ഫീൽസ് ലൈക്ക് ഒരു ഫാസ്റ്റ് ഒരു S4 പോലെ തോന്നുള്ളൂ. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എന്താ പറയാ പെർഫോമൻസ് ഉണ്ട്, ബട്ട് ഒരു പെർഫോമൻസ് ഭയങ്കര ഡിറ്റാച്ച്ഡ് ആണ്. പെർഫോമൻസ് നമ്പേഴ്സ് ഉണ്ട്, ഫീലല്ല. സോ തോന്നുന്നു അവരുടെ ക്ലയന്റിൽ അതാണ് തോന്നുന്നു ഇപ്പോഴത്തെ. അതാണെന്ന് തോന്നുന്നു. നമ്മൾ ഇലക്ട്രിക് കാറുകളിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് വണ്ടികളുടെ ഒക്കെ ഫീൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ ആ സംഭവം തന്നെയാണ്. അതിന്റെ തൊട്ട് മുന്നത്തെ സ്റ്റെപ്പാണ് നമ്മൾ ഈ വണ്ടികളിൽ തോന്നുന്നത്. സോ ഈസി കാർ ടു ഡ്രൈവ് ഫാസ്റ്റ്. എനിക്ക് RS5 ഈ പറഞ്ഞ പോലെ RS-Q8 കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടു. ലൈക്ക് ഫോർ വാട്ട് ഇറ്റ് ഈസ് അത് ഫിസിക്സ് ഡിഫൈ ചെയ്യണ പോലത്തെ ഒരു SUV ആണ്. ആൻഡ് ഉള്ള ഫാസ്റ്റ് SUV ഉള്ളു. സോ ദാറ്റ് 4 ലിറ്റർ V8 എനിക്ക് തോന്നുന്നു ഇപ്പൊ സെയിം എഞ്ചിൻ നമ്മുടെ ഉറൂസിലുള്ള എഞ്ചിൻ. സോ എല്ലാ വണ്ടികളിലും ഈവൻ പാനമേരയുടെ ഫാസ്റ്റ് വേർഷൻസ്, പോർഷെ കായന്റെ ഫാസ്റ്റ് വേർഷൻസിലൊക്കെ ഉള്ള സെയിം എഞ്ചിനാണ്. പക്ഷെ ഓഡിക്ക് അതിന്റേതായ ഒരു ക്യാരക്ടർ ഉണ്ട്. ലൈക്ക് എല്ലാ വണ്ടിയും നമ്മളിപ്പോ നോക്കുകയാണെങ്കിൽ എൻ്റെ Volkswagen ഗ്രൂപ്പിൽ വണ്ടികളെല്ലാം സെയിം കമ്പോണൻസ് യൂസ് ചെയ്യുക. പക്ഷെ ഒരു ഓഡി ഫീൽസ് ഡിസ്റ്റിങ്ക്ട്ലി ഡിഫറെന്റ് ദാൻ ദ റെസ്റ്റ് ഓഫ് ദ Volkswagen അല്ലെങ്കിൽ ബെൻലി ബാക്കിയുള്ള വണ്ടികളൊക്കെ വെച്ച് നോക്കുമ്പോൾ എങ്ങനെ അവർ ചെയ്യുന്നുണ്ട്. ഗുഡ് എഞ്ചിനീയറിംഗ് ആൻഡ് ഗ്രേറ്റ് കാർസ്. സോ ഒരു ദിവസം ഫുള്ള് കുറച്ച് അവിടെയൊക്കെ വണ്ടി ഓടിച്ച് ഒരു സന്തോഷമൊക്കെ ആയി. കുറെ ബ്രേക്ക് ഒക്കെ കത്തിച്ചടഞ്ഞ് നമ്മുടെ യൂഷ്വൽ ട്രാക്ക് ഡേ കഴിഞ്ഞ് മറ്റേ വൈകുന്നേരം വരുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവും. അതുമായിട്ട് തിരിച്ചു പോകുന്നു. അതെ. സോ ഐ സ്റ്റേഡ് ബാക്ക്. ഒരു ദിവസം കൂടി ഞാൻ അവിടെ സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസം ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു വണ്ടി കാണാൻ പോയി.
Oh yes, India's first SS80. അതെ, First Maruti 800. ഫസ്റ്റ് മാരുതി 800, ഫസ്റ്റ് മാരുതി. First Maruti. Yeah, അതെ. So ഇന്ദിരാഗാന്ധിയാണ് ഇതിന്റെ താക്കോല് കൊടുത്തത് ഹർപാൽ സിംഗിന്. Yeah. ആൻഡ് വളരെ എന്താ പറയാ, നമ്മുടെ ഓട്ടോമോട്ടീവ് ചരിത്രത്തിൽ ഇത്ര ഇമ്പോർട്ടൻറ്റ് വണ്ടിയില്ല. കാരണം ഇതാണ് ദിസ് ഈസ് ദ കാർ ദാറ്റ് പുട്ട് ഇന്ത്യ ഓൺ വീൽസ് എന്ന് പറയുകയാണെങ്കിൽ ദിസ് വാസ് ദ ഫസ്റ്റ് കാർ ദാറ്റ് ഡിഡ് ദാറ്റ്. Yes, this was the ദിസ് വെരി കാർ. Yeah. ഓ, അത് ഭയങ്കര സംഭവമാണ്. അത് കാണാൻ പറ്റിയതില്. ഇത് മാരുതിയുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ അവര് വെച്ചിട്ടുണ്ട് ഈ വണ്ടി ഡിസ്പ്ലേക്ക്. അവരിത് ഈ അടുത്ത് റിസ്റ്റോർ ചെയ്തിട്ടുള്ളൂ. ഇത് ആക്ച്വലി കുറെ കാലം ഒരു ഇവരുടെ വീടിന്റെ പുറത്ത് കിടക്കുമായിരുന്നു. ഇറ്റ് വാസ് ലൈങ് അബാൻഡൻഡ്, മോശമായിട്ട് കൊടുക്കണില്ല എന്നൊക്കെ പറഞ്ഞ് കിടക്കുന്നു. പിന്നെ മാരുതി തന്നെ കുറെ ബുദ്ധിമുട്ടാണ് അവരുടെ മേടിച്ചത്. മേടിച്ചു കഴിഞ്ഞിട്ട് അവർ ഫുള്ള് റിസ്റ്റോർ ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. നിനക്ക് ഇതിലൊരു പങ്കില്ലേ? പങ്കുണ്ട്. യെസ്. ഈ കാണുന്ന ടെയിൽ ലൈറ്റ്സ് ഇല്ലേ, ഇത് നമ്മൾ ആണ് അന്ന് ഇവിടെ കൊച്ചിയിൽ പറ്റിയ പഴയ ഓൾഡ് സ്റ്റോക്ക് തപ്പി എടുത്തിട്ട് അങ്ങനെ. സോ നമ്മൾ അതിലൊരു കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ട്. ഇതും കുറച്ച് ബീഡിങ്സ് അങ്ങനെ ചെറിയ സാധനങ്ങൾ അവർക്ക് കിട്ടാണ്ട് വന്നത്. സോ കൊച്ചിയിൽ പല ഷോപ്സിലും ഈ സാധനങ്ങളൊക്കെ അന്ന് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് അത് നമ്മൾ എടുത്ത് അയച്ചു കൊടുത്തു. അതാണ് അവർ യൂസ് ചെയ്തത്. അതെ. അപ്പൊ അങ്ങനെ നമ്മളൊരു ചെറിയൊരു കോൺട്രിബ്യൂഷൻ നമ്മുടെ വകയുണ്ട്. അപ്പോൾ അതറിയാ, ദാറ്റ് വാസ് ഗ്രേറ്റ്. എനിക്ക് ആക്ച്വലി ഇതാണ് കുറച്ചുകൂടി എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയത്. ബട്ട് യാ, അപ്പോൾ ഇതായിരുന്നു. ഇതിന് ആക്ച്വലി നമുക്കൊരു ഡീറ്റെയിൽഡ് വീഡിയോ പിന്നീട് എപ്പോഴും ചെയ്യാം. ആക്ച്വലി നമ്മൾ അവിടെ പോകുമ്പോൾ നമുക്ക് മര്യാദയ്ക്ക് ഒരു വിഷ്വലൊക്കെ എടുത്തിട്ട് നമുക്കൊരു സാധനം നമുക്ക് ഇവിടെ അവകാശപ്പെട്ട വണ്ടിയാണ്. അതെ, നമുക്ക് അതായാലും ചെയ്യാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡോടെ നമുക്ക് ചെയ്യാം അല്ലേ? അപ്പോൾ ഇതായിരുന്നു അഗൈൻ നമ്മുടെ കഴിഞ്ഞ സൺഡേയുടെ ന്യൂസാണ്. പ്രത്യേകിച്ച് ഇതിപ്പോ എന്ത് ടൈറ്റിൽ ഇടുന്നു, കുറച്ച് കാലമായി നമ്മൾ കണ്ടന്റ് ഉണ്ടാക്കുന്നില്ല എന്ന് എല്ലാവരും പറയുന്നുണ്ടെങ്കിലും ഞങ്ങൾ ഇവിടെ കുറച്ച് പണിയെടുത്തോണ്ടിരിക്കുകയായിരുന്നു. പലതുമായിട്ട് പല കാര്യങ്ങളിൽ ഒന്നിച്ചുണ്ടെങ്കിൽ ബേസിക്കലി വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് അത് പലപ്പോഴും നടക്കാറില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഓക്കെ, ഇങ്ങനത്തെ ഒരു ഫോർമാറ്റിൽ നമുക്ക് ചെയ്തേക്കാം എന്ന് വെച്ച്. ബിക്കോസ് വി വാണ്ടഡ് ടു ബ്രിങ് ദ കണ്ടന്റ് ടു യു. എന്തായാലും ഞങ്ങളും കാച്ചിങ് അപ്പ് ആണ്. കാരണം ഞങ്ങൾ ഇതിനെപ്പറ്റി സംസാരിച്ചില്ല. ഞാൻ ജെഡിനെ ഫോൺ ചെയ്തിട്ട് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞെങ്കിലും ഫോട്ടോസ് കാണുന്നതും ഇപ്പൊ ജെഡിയുടെ MBCCR ഇവന്റ് ഫോട്ടോസ് ഒക്കെ ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു ബ്രേക്ക് ആവശ്യമായിരുന്നു. കാര്യം നമ്മൾ വി ഹാഡ് ഡിഫറെന്റ് തിങ്സ് ടു ഡു. ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് ദിവസം ഓൺ ദ റോഡാണ് ഇനി, അല്ലേ? ഇനിയിപ്പോൾ കുറച്ച് കാര്യമായിട്ടുള്ള പരിപാടികളിലോട്ട് നമ്മൾ ഇറങ്ങുകയാണ് അടുത്ത ആഴ്ച തൊട്ട്. അപ്പോൾ എന്തായാലും ഇനി കൂടുതൽ വിശേഷങ്ങളുമായിട്ട് വി വിൽ ബി ബാക്ക് സൂൺ. അപ്പോൾ ഈ എപ്പിസോഡിനെ പറ്റിയുള്ള കമന്റ്സും കാര്യങ്ങളും ഡു ലെറ്റ് us know in the comment section. അതേപോലെ വേറെ സജഷൻസും കാര്യങ്ങളും ഉണ്ടെങ്കിലും പ്ലീസ് ഡു ലെറ്റ് us know. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണ്, പ്ലീസ് ഡു കൺസിഡർ ക്ലിക്കിംഗ് ദ subscribe button. But thank you so much for joining in, guys, and have a great day. Bye bye.